ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇത് അതുപോലെ കുതിർത്തെടുത്തിരിക്കുന്ന പച്ചരിയാണ്. ഇതിൻ്റെ വെള്ളം മാറ്റിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ മാറ്റിയെടുത്തതിന് ശേഷം ഒരു തുണിയിലേക്ക് വിരിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തതാണ്. അത് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. വെള്ളം ഇതുപോലെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം മിനുസത്തിൽ തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ മിക്സറിൻ്റെ ജാറിലിട്ട് എത്ര പൊടിച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടല്ല വേണ്ടത്. ഇനി ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് തന്നെ 2 പഴമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഴം പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് അരച്ചെടുത്ത് വന്നതിന് ശേഷമാണ് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ശർക്കര പാനിയാക്കി എടുക്കാനാണ് പോകുന്നത്. ആ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതിൽ നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ചൂടോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെള്ളം ആ ഒരു പറഞ്ഞ അളവിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ഭാഗത്തിന് തന്നെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പഴം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ടുണ്ടാകുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സാധാരണ ജീരകം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു നെയ്യോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് മാത്രമായിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കാറ്. നിങ്ങൾക്ക് ഇതിന് പകരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് കൂട്ടൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഉണ്ടാക്കുന്നതാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓണാക്കാൻ വേണ്ടി മറന്നിരുന്നു. അതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം നിറയുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓരോ കുഴിയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പുറത്തേക്കൊന്നും ആകാതെ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിലോ അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിലോ വെച്ച് കുക്ക് ചെയ്യാതിരിക്കുക. ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വീണ്ടും കുക്ക് ചെയ്യുക. ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ. ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാകുക. അപ്പോൾ ഉണ്ണിയപ്പം സാധാരണ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 8 മണിക്കൂർ നേരത്തേക്കൊക്കെ ഫെർമെൻറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കാറ്. ഇത് അതൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.